കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മൾ വീണ്ടും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പഠിക്കുവാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നതിന് കർത്താവിന് നന്ദി പറയാം. നിസ്സാരമായൊരു കാര്യമല്ല നമുക്ക് വചനം വായിക്കാനും പഠിക്കാനും ഒക്കെ ദൈവം തരുന്ന അവസരം. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. കാരണം നമ്മൾ വായിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ വചനമാണ്. കർത്താവിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ, വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈശോയെ നമ്മൾ നേരിട്ട് യൂദയായാലും ജെറുസലേമിലും സമറിയായാലും ഗലീലയിലുമൊക്കെ സഞ്ചരിച്ച കർത്താവിനെ നമ്മൾ നേരിട്ട് കണ്ടുമുട്ടി കർത്താവിനോട് സംസാരിക്കുന്ന അനുഭവമാണ് ഓരോ വചന പഠനവും നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ കടലിളക്കിയത് ആരാണ്? ഈ കടലിളക്കിയത് പിശാചാണ്. കടൽ അടക്കിയതാണ് ഈശോ. കടലിളക്കിയത് പിശാചാണ്. കാരണം ഈശോ പൈശാചിക ബാധയുണ്ടായിരുന്ന ഒരു ദേശത്തേക്ക് പോവുകയാണ്. ഗരസേനരുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതി, മനുഷ്യൻ പണി തുടങ്ങുന്നതിന് മുമ്പേ പിശാച് പണി തുടങ്ങും. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അവൻ പ്ലാൻ ചെയ്ത് തുടങ്ങും. ഇത് ഏതെങ്കിലും വിധത്തിൽ പിശാചിനെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അറിവുള്ളവരായിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ ശക്തി അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ശക്തിയാണ്. ഇസ്രായേൽ എന്ന രാജ്യം വളരെ ശക്തമായ ഒരു രാജ്യമാണെന്ന് ലോകം വിലയിരുത്തുന്നതിൻ്റെ കാരണം മൊസാദ് പോലെയുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസി ഇസ്രായേലിലുള്ളത് കൊണ്ടാണ്. മൊസാദ് പോലെയുള്ളൊരു സീക്രട്ട് ഏജൻസി, മൊസാദിൻ്റെ വീരകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസ്, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്, ഈ രഹസ്യ അന്വേഷണം അല്ലെങ്കിൽ ഈ എന്താ പറയുക സുരക്ഷാ വിഭാഗം, അതെത്രമാത്രം ശക്തമാണ്? അതാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി. ശത്രുവിൻ്റെ ആക്രമണം വന്നതിന് ശേഷം തടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രു ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവനെ പ്രതിരോധിക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ശത്രു വന്നതിന് ശേഷം, ആക്രമണം തുടങ്ങിയതിന് ശേഷം നമ്മൾ പ്രതിരോധിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ നല്ലതാണ് ശത്രുവിൻ്റെ നീക്കങ്ങളെ മുൻകൂട്ടി അറിയുന്നത്. അപ്പോൾ ദൈവവചനം എപ്പോഴും പിശാചിനെ സംബന്ധിക്കുന്ന അറിവുകൾ വചനത്തിലൂടെ തരുന്നത് പിശാച് വലിയ ശക്തിമാനാണ് എന്ന് മഹത്വവൽക്കരിക്കാനല്ല, മറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. കാരണം പിശാച് നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അറിവുള്ളവരാണല്ലോ, അവൻ്റെ തന്ത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ്, നമ്മൾ തിരിച്ചറിയേണ്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ തുടങ്ങുന്നതിന് മുമ്പേ പിശാച് തുടങ്ങും. അപ്പോൾ കണ്ടോ, ഈശോ ഗരസേനരുടെ നാട്ടിലെത്തുന്നതിന് മുമ്പേ ഈശോയുടെ യാത്രയെ തടയാൻ പിശാച് ഒരു പദ്ധതി ഇടുകയാണ്. അതാണ് ആ കടൽ ക്ഷോഭിച്ചത്. ഈ 3 സുവിശേഷങ്ങളിലും ഈ കടൽ ക്ഷോഭത്തിന് ശേഷമാണ് ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ഗരസേനരുടെ നാട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ്. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും പിശാച് ബാധ ഉള്ള ആളെ സുഖപ്പെടുത്തുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പാണ് ഈ കടലിനെ ശാന്തമാക്കുന്ന സംഭവം. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ബന്ധം. അങ്ങനെ കർത്താവ് കടന്നു ചെല്ലുകയാണ് ഈ നാട്ടിലേക്ക്. നമുക്ക് വായിക്കാം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഈ ദെക്കാപോളീസ് എന്ന് പറയുന്ന ഒരു ദേശമാണ് ഈ ഗരസേനരുടെ ദേശം. ദെക്കാപോളീസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം 10 നഗരങ്ങൾ ചേർന്ന ഒരു പ്രദേശമെന്നാണ്. ദാറ്റ് ഈസ് എ കോൺഫെഡറേഷൻ ഓഫ് 10 cities. അതാണ് ദെക്കാപോളീസ്. അപ്പോൾ ആ ദെക്കാപോളീസാണ് ഈ ഗരസേനരുടെ നാടെന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് കർത്താവ് ഗലീലയിൽ നിന്ന് ഏതാണ്ട് ഗലീലയുടെ ഈസ്റ്റായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഇത് ഗലീല കടലിൻ്റെ അപ്പുറത്ത് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്നൊരു ദേശമാണിത്. അപ്പോൾ അവിടേക്ക് കർത്താവ് ഈ വഞ്ചിയിൽ കയറി യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ, വിത്തൗട്ട് എനി ഡിലേ,
താമസമില്ലാതെ തന്നെ പെട്ടെന്ന് പിശാച് വരികയാണ്. കണ്ടോ? അപ്പോൾ അവൻ്റെ ഉദ്ദേശം കർത്താവിനെ തടയുക എന്നുള്ളതാണ്. ആ ദേശത്ത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയെ തടയുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇച്ചിരി മുൻകൂട്ടി കടത്തി പറയുകയാണ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയുകയാണ്. പിശാച് ഗരസേനരുടെ ദേശത്തെ ദൈവരാജ്യ പ്രവൃത്തിയെ തടയാൻ ആരെ ഉപയോഗിച്ചോ അവനെ കൊണ്ട് തന്നെയാണ് കർത്താവ് ഗരസേനരുടെ ദേശത്തെ ആദ്യത്തെ സുവിശേഷം പറയുന്നത്. ഇതാണ് കർത്താവ്. അതായത് പിശാച് ആരെയാണോ എടുത്ത് ഉപയോഗിച്ചത് അവനെ തന്നെയാണ് കർത്താവ്. നമ്മളിനി കാണും, ഇനി അടുത്ത ഇതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ പറയും, നീ ആ ദേശത്ത് പോയി കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുക. കണ്ടോ? ദൈവരാജ്യ ശുശ്രൂഷയെ തടയാൻ പിശാച് എടുത്ത് ഉപയോഗിച്ചവരെ തന്നെയാണ് ദൈവരാജ്യ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ആയുധങ്ങൾ എടുത്ത് പിശാചിനെതിരെ പ്രയോഗിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുവിൻ്റെ കുരിശുമരണം. യേശുവിൻ്റെ കുരിശുമരണമായിരുന്നു പിശാച് കണ്ടുപിടിച്ച, അല്ലെ മാനവരാശി ചെയ്ത ഏറ്റവും ഹീനമായ കൃത്യം, ദൈവത്തെ കുരിശിൽ തറയ്ക്കുക. പക്ഷെ ആ പ്രവൃത്തി തന്നെ എടുത്ത് മാനവരാശിയുടെ രക്ഷയുടെ ആയുധമായ കുരിശാക്കി കർത്താവ് മാറ്റി. ആ കുരിശുമരണം തന്നെ മനുഷ്യരാശിക്ക് രക്ഷ നൽകാൻ ദൈവം എടുത്ത് ഉപയോഗിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് വന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ കൊണ്ട് അയിത്തമുണ്ടായിരുന്ന നാടാണിത്. 2 കാരണങ്ങൾ കൊണ്ട് യഹൂദൻ ഈ നാട്ടിൽ വരാറില്ല. ഒന്നാമത്തെ കാരണം, ഈ നദീതീരത്ത്, ഗരസേനരുടെ ദേശത്ത്, ഈ കടൽ തീരത്ത് തന്നെ അനേകം ശവകുടീരങ്ങളുണ്ടായിരുന്നു, കല്ലറകളുണ്ടായിരുന്നു. കല്ലറകളുടെ സമീപത്തേക്ക് ചെന്ന് കല്ലറകളെയോ മൃതദേഹത്തെയോ തൊട്ടാൽ യഹൂദന് അത് അശുദ്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗരസേനരുടെ ദേശത്ത് യഹൂദർ വരാറില്ല. അപ്പോൾ ഈ കടലിനക്കരയ്ക്ക് വരാറില്ല. കാരണം കല്ലറകൾ. രണ്ടാമത്തേത് പന്നികൾ. നമ്മൾ ഈ ഭാഗത്തിന് അവസാനം കാണുന്നു, പന്നികൾ കൂട്ടത്തോടെ പോയി കടലിൽ വീണ് ചാവുന്നു. പന്നികളും യഹൂദർക്ക് അയിത്തമുണ്ടായിരുന്ന മൃഗമാണ്, അശുദ്ധ മൃഗമാണ്. അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ട് അവർ ഈ ദേശത്തേക്ക് വരില്ല. ഇപ്പോൾ ഗരസേനരുടെ നാട് 2 വിധത്തിൽ യഹൂദർക്ക് അയിത്തമുള്ള നാടായിരുന്നു. മറ്റൊന്ന്, ഈ കല്ലറകളുടെ അടുത്ത് മൃതദേഹങ്ങളും മരണവും നിശബ്ദതയും വിലാപവും ഒക്കെ നിറഞ്ഞു നിന്ന ഈ കല്ലറകൾ നിറഞ്ഞ ഈ പ്രദേശം പൊതുവെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായി കുപ്രസിദ്ധി നേടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ ഈ നദി കടന്ന് അക്കരെ എത്തുന്ന ആ പ്രദേശം മുഴുവൻ കല്ലറകളാണ്. ആ കല്ലറകളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതാണ്. മാത്രമല്ല ശ്മശാനമാണ്, സെമിത്തേരിയാണ്. അപ്പോൾ പഴയകാല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂതപ്രേത പിശാചുക്കളുടെ വിഹാര രംഗമെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പൈശാചികത നിറഞ്ഞ സ്ഥലമാണ്. ആ പൈശാചികത നിറഞ്ഞ സ്ഥലത്ത് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, ഈ പിശാച് ബാധിതൻ. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിട്ടിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. എൻ്റെ പേരെന്താണ് യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൺ,
ഞങ്ങൾ അനേകം പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് സൂചനകൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കല്ലറകൾക്കിടയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥയുടെ ഏറ്റവും പരിതാപകരമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുകയാണത്. കല്ലറകൾക്കിടയിൽ വസിക്കുക. ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കേണ്ട ആളല്ല. അപ്പോൾ ഈ കല്ലറകൾക്കിടയിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക്, സമൂഹത്തിലേക്ക് പോയി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, കുടുംബജീവിതം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, ഭാര്യയോ മക്കളോ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, ഒരു മനുഷ്യൻ്റെ അന്തസ്സിന് ചേരാത്ത വിധത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് തരം താഴാവുന്ന പരിതാപകരമായ അവസ്ഥയുടെ ഏറ്റവും താഴത്തെ തട്ടാണ് കല്ലറകളിൽ വസിക്കുക എന്ന് പറയുന്നത്. ഇതൊരു ഉപമയായിട്ട് എടുക്കണം. എന്താണ് ഈ കല്ലറകളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ഇങ്ങനെ താണ് 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 അങ്ങേ അറ്റത്തെ ലെവലിൽ എത്തുകയാണ്, അല്ലേ? ആ പാതാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ അത്രയും ഡീഗ്രേഡഡ് ആയ ഒരു സ്റ്റേറ്റിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ, ഇത് ഒരാളല്ല. അയാൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒരാളല്ല, ഇത് ഒരാളുടെ അവസ്ഥയല്ല, ഇതാണ് അനേകം പേരുടെ അവസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഹ്യൂമൻ ഐഡൻറ്റിറ്റിയുടെ, ആ ഹ്യൂമൻ അന്തസ്സിൻ്റെ ലെവല് വിട്ട് താഴെ നമ്മളങ്ങനെ ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നും വഴക്ക്, പ്രശ്നങ്ങൾ, മദ്യപാനം കൊണ്ടുള്ള ഉപദ്രവം, കുടുംബജീവിതം ഇല്ല, 2 മുറി താമസിക്കുന്നവർ, മാതാപിതാക്കളും തമ്മിൽ എന്നും വഴക്ക്, സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട ഒരു അന്തസ്സിൽ നിന്ന് താഴേക്ക് പോയ ആളുകളാണ്. അതാണ് കല്ലറ. ഇവിടേക്ക് കർത്താവ് വരികയാണ്. അവിടേക്ക് കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുന്നത് അറിയാമോ? ഈ കല്ലറകൾക്കിടയിൽ കിടന്നവനെ ഒരു പുതിയ ജീവനിലേക്ക് ആനയിക്കാൻ മർക്കോസ് സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ ഒരു കല്ലറയിൽ നിന്നാണ് ശക്തി പുറത്തു വരുന്നത്. ഈ കല്ലറകൾക്കിടയിൽ കിടന്നവനെ മോചിപ്പിക്കാൻ വരുന്ന യേശു, ആ പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത് ഒരു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ്. അപ്പോൾ ആ ഉയർപ്പ് സൂചിപ്പിക്കുന്ന എന്താണ്? ഈ കല്ലറ വിട്ട് ഉയരാനുള്ളൊരു പോസിബിലിറ്റിയാണ് സുവിശേഷം. ഈശോ കൊണ്ടുവരുന്നത് അതാണ്. അതായത് ഈ കല്ലറ ഇവിടെ നമ്മൾ അതൊരു സിമ്പലായിട്ട് എടുക്കണം. അതൊരു ഒരു ഒരു ഉപമയാണത്. ആ കല്ലറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അന്തസ്സിന് ചേരാത്ത വിധത്തിൽ തരംതാണ അവസ്ഥയിൽ, ജീവിതാവസ്ഥയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയിൽ താണുപോയൊരു ജീവിതത്തെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹ ഒരു കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടു. എന്നിട്ട് ആ കല്ലറയ്ക്കകത്തെ മരണം അനുഭവിച്ചു. എന്നിട്ട് ആ കല്ലറ പൊട്ടിച്ചു പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കല്ലറ പൊട്ടിച്ച് ഞാൻ പുറത്തു വന്നത് നിങ്ങളാരും കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ കെട്ട്, ആ ബന്ധനം അഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കർത്താവ് ഇത് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിളിൽ സുവിശേഷത്തിൽ കാണുന്ന ഓരോ മനുഷ്യനും ഒരു പ്രതിനിധിയാണ്. നമ്മളെല്ലാവരുടെയും പ്രതിനിധിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു തോന്നുന്നു. അതായത് ഈ സിനഗോഗിൽ തൊട്ട് നമ്മൾ കണ്ടതാണ് മുമ്പത്തെ ഒരു അധ്യായത്തിൽ, 4-ാം അധ്യായത്തിലും തോന്നുന്നു. അതായത് കൈ ശോഷിച്ച ഒരു മനുഷ്യൻ, അവൻ ഇങ്ങനെ സിനഗോഗിൽ ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്. അവനോട് കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. എന്തോ ഒരു പഞ്ചുള്ളൊരു സെൻറ്റൻസ് അത്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഗതികെട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യനെ ഒരു പ്രതീക്ഷയില്ലാതെ ഗതികെട്ട് കിടക്കുകയാണ്. അവനോട് സുവിശേഷം പറഞ്ഞില്ലേ? അവനോട് സുവിശേഷം പറഞ്ഞ് ഇപ്പോൾ വന്ന വ്യത്യാസം കണ്ടോ? അവനോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവനോട് സുവിശേഷം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവ് അവനോട് പറയാണ്, എഴുന്നേറ്റ് നടുവിലേക്ക് വാ. നടുവിലേക്ക് വാ എന്നാ പറയുന്നത്. കം ടു ദ മെയിൻ സ്ട്രീം, മുഖ്യധാരയിലേക്ക് വാ. ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് കിടക്കാതെ, ഇങ്ങനെ ഗതികെട്ട് കിടക്കാതെ, ഇങ്ങനെ നശിച്ച് കിടക്കാതെ, കം ടു ദി സെൻറ്റർ. എഴുന്നേറ്റ് നടുവിലേക്ക് വരും. അവിടെ ഞാൻ ഒത്തിരി ഡീറ്റെയിലേക്ക് പോവാത്തത് കൊണ്ടാണ് അതൊന്നും പറയാതെ സ്കിപ്പ് ചെയ്തത്. അവിടെ ഈ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക എന്ന് ഉപയോഗിച്ചിട്ടില്ലേ, ആ വാക്ക് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നതിന് ഉപയോഗിച്ച വാക്കാണ്.
മനസ്സിലാവുന്നുണ്ടോ? അതായത് നീ ഉയർക്ക് എന്നാ പറയുന്നേ, ഉയർക്ക്, നീ ഒന്ന് ഉയർത്തെഴുന്നേക്ക്, നീ ഒന്ന് ഉയർത്തെഴുന്നേക്ക് ഈ കല്ലറയെന്ന്. സുവിശേഷം എന്താണ് ലോകത്തോട് പറയുന്നതെന്നറിയാമോ? ഇങ്ങനെ കിടക്കരുത്, ഇങ്ങനെ കിടക്കേണ്ടവനല്ല നീ. എല്ലാ അർത്ഥത്തിലും മനുഷ്യന് ഒരു ഉയർത്തെഴുന്നേപ്പുണ്ട്. ഇത് ഒരർത്ഥത്തിൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും. അഡിക്ഷനിൽ നിന്ന് ഒരു ഉയർപ്പുണ്ട്, പാപത്തിൽ നിന്നൊരു ഉയർപ്പുണ്ട്, വൈകല്യങ്ങളിൽ നിന്നൊരു ഉയർപ്പുണ്ട്, ബലഹീനതകളിൽ നിന്ന് ഉയർപ്പ്, മരണത്തിൽ നിന്ന് ഉയർപ്പുണ്ട്, ഗതികേടിൽ നിന്ന് ഉയർപ്പുണ്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർപ്പുണ്ട്, അപമാനത്തിൽ നിന്ന് ഉയർപ്പുണ്ട്. അങ്ങനെ മനുഷ്യന് ഇത് ഈശോ എന്ന് പറയുന്നത് രക്ഷകൻ എന്നല്ലേ പറയുന്നത്? രക്ഷകൻ നമ്മൾ പറയുമ്പോൾ ഈ ആത്മീയ രക്ഷ മാത്രമല്ല, ഒരു മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല കൂച്ചുവിലങ്ങുകളെയും പൊട്ടിച്ചെറിഞ്ഞ് അവനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഇതാ കർത്താവ് ആ നാട്ടിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം ശരിക്കും ചെയ്യുന്നതും ചെയ്യേണ്ടതും അതാണ്. സുവിശേഷം ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ, അതുകൊണ്ടല്ലേ ഈ ജന്മിമാരൊക്കെ മിഷണറിമാർക്കെതിരായത്. കാരണം കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്ന ഒരു ജനതയോട് ഒരു പാവപ്പെട്ട അച്ഛൻ, പാവപ്പെട്ട സിസ്റ്റർ, പാവപ്പെട്ട മിഷണറി സുവിശേഷം പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് നീ പണി ചെയ്യുന്നതിന് ന്യായമായ കൂലി വാങ്ങിക്കാൻ നിനക്ക് അവകാശമുണ്ട്. അപ്പം എന്ത് ചെയ്തു? ജന്മിമാർ, ഉടമസ്ഥന്മാർ എതിരായി. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിശാച് ബാധിതൻ എന്ന് പറയുന്നത് ഒരു പിശാച് ബാധിച്ച മനുഷ്യൻ മാത്രമല്ല, ഇത് മാനവരാശിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത്. ഈ കല്ലറ കിടക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഈ കല്ലറയിൽ നിന്ന് നീ വെളി വരണം, അതിന് നിനക്ക് പകരം ഞാൻ കല്ലറയിൽ കയറും, എന്നിട്ട് ഞാൻ നിന്നെയും കൊണ്ട് ഉയർക്കും. ഹല്ലേലൂയ. അപ്പോൾ അതാണ് കല്ലറകൾക്കിടയിൽ ജീവിച്ചു. അപ്പോൾ ഇവന് കർത്താവാണെന്ന് മനസ്സിലായി. അപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുത്. കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിൻ്റെ പേരെന്താണ്? യേശു ചോദിച്ചു. പേര് ചോദിക്കുന്നത് എപ്പോഴും ഈ പിശാചിൻ്റെ മേൽ ഒരു അധികാരം കാണിക്കുകയാണ്. അതുകൊണ്ടാണ് പേര് ചോദിക്കുന്നത്. നിൻ്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു ലഗിയോൺ. ഈ ലഗിയോൺ അല്ലെ ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000 പട്ടാളക്കാരുടെ ഒരു സൈന്യവ്യൂഹത്തെ വിളിച്ചിരുന്ന പേരാണ് ലഗിയോൺ, അല്ലാതെ പിശാചിൻ്റെ പേരല്ല ലഗിയോൺ. ഇവൻ പറയുന്നത് എന്താണ്? ഞങ്ങൾ 6000 ദുരാത്മാക്കളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യനെ ബന്ധിച്ചിട്ടിരുന്നത് ഒരു പിശാചല്ല, 6000 പിശാചുകളാണ്. അതാണ് ലഗിയോൺ. ലഗിയോൺ എന്ന് പറഞ്ഞാൽ 6000 സോൾജിയേഴ്സ്, 6000 പട്ടാളക്കാരുടെ സംഘത്തെ വിളിക്കുന്ന പേരാണ് ലീജിയൻ, ലഗിയോൺ. ഞങ്ങൾ 6000 പേരുണ്ട്. ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ പിശാചുക്കൾ, ദുരാത്മാക്കൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഡീമൺസ് ആർ ഓൾവേസ് ടെറിറ്റോറിയൽ എന്ന് പറയും. ടെറിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പിശാചിന് ദേ ആർ ബൗണ്ട് ടു സർട്ടൺ റീജൻസ്, സർട്ടൺ ഒബ്ജക്ട്സ്, സർട്ടൺ ഇൻഡിവിജ്വൽസ്. പിശാചിന് വസിക്കാൻ എന്തെങ്കിലും വേണം. എപ്പോഴും ദുരാത്മാവ് സ്പിരിറ്റാണ്, ആത്മാവാണ്. അതിന് ഒരു ബോഡി വേണം, ഒരു ശരീരം വേണം. അപ്പോൾ അതുകൊണ്ട് അത് വസ്തുക്കളിൽ ആവേശിക്കും, വ്യക്തികളിൽ ആവേശിക്കും, സ്ഥലങ്ങളിൽ ആവേശിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കല്ലേ. ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിൽ പൊസസ് ചെയ്ത് കിടക്കുകയാണ്. ഈ നാട്ടിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സുവിശേഷമായിട്ട് എവിടെ ചെന്നാലും ശ്രദ്ധിക്കേണ്ടത്, ആ നാട്ടിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന പൈശാചിക പീഡകളുണ്ടാവും. അപ്പോൾ ഒരു സുവിശേഷകൻ ആദ്യം ഫൈറ്റ് ചെയ്യാനുള്ളത് ആരോടാണ്? ഈ ദേശത്തിൻ്റെ അരൂപിയോടാണ്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇപ്പോൾ എന്നെ കേൾക്കുന്ന, ഇപ്പോൾ ഒരു കോൺവെൻറ്റിൽ ഇരുന്ന് സിസ്റ്റേഴ്സ് എന്നെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് ആദ്യം ഫൈറ്റ് ചെയ്യാനുള്ളത് ആ ദേശത്തിൻ്റെ അരൂപിയോടാണ്. ഒരച്ഛൻ, ഒരു മിഷണറി, പ്രത്യേകിച്ച് മിഷന് പോകുമ്പോൾ ഇത് വളരെ ക്ലിയറാണ്. കാരണം നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളത് ആരോടാണ്? ദേശത്തിൻ്റെ അരൂപികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയും, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്നവർ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നവർ അപേക്ഷിച്ചു. കണ്ടോ, എന്തിനാണ് അവർ അങ്ങനെ പറയുന്നത്? അവർക്ക് ഒരു ബോഡി വേണം, ഒരു സ്ഥലം വേണം.
അവർക്ക് ആവേശിക്കാൻ എന്തെങ്കിലും വേണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചോട്ടെ. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഞാൻ ഇടയ്ക്ക് ഒരു റെഫറൻസ് കൂടെ ഒന്ന് പറയാം. അതായത് ഈ കല്ലറകൾക്കിടയിൽ വസിക്കുക എന്നത് മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ ആഴമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനൊരു പഴയ നിയമ വചനമുണ്ട്. യെശയ്യാ 65:1 മുതൽ വായിക്കാം. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം അരുളാനും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും വായിച്ചേ ഇഷ്ടികകളിൽ മേൽ ധൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിന് നേരെ തന്നെ, അടുത്ത വാക്യം ഉറക്കെ വായിച്ചേ, അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു, രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു, പന്നി ഇറച്ചി ഭക്ഷിക്കുന്നു, നിന്ദ്യമായവയുടെ സത്ത് പാനം ചെയ്യുന്നു. കണ്ടോ, എക്സാക്ട്ലി അതിൻ്റെ റെഫറൻസ് കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ? രഹസ്യ സ്ഥലം, ശവകുടീരങ്ങളിൽ താമസിക്കുന്നു, രഹസ്യ സ്ഥലങ്ങളിൽ. അവൻ മലകളിലും കുന്നുകളിലായിരുന്നു എന്നൊക്കെ റെഫറൻസ് പറയുന്നില്ലേ? അതുപോലെ തന്നെ പന്നി ഇറച്ചി ഭക്ഷിക്കുന്നു, അവർ നിന്ദ്യമായവയുടെ സത്ത് പാനം ചെയ്യുന്നു. അപ്പോൾ ഈ കല്ലറകൾക്കിടയിൽ വസിക്കുക, അശുദ്ധമായവ ഭക്ഷിക്കുക, രഹസ്യ സ്ഥലങ്ങളിൽ വിഹരിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ, യെശയ്യാ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അവിടേക്കാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വേറൊരു വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒത്തിരി, ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2-3 മണിക്കൂർ എടുത്തിട്ട് ഓരോ വാക്യവും പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട വചനമാണ്. നമുക്ക് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രസക്തമായും തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് പറഞ്ഞു പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാം. അതായത് 4-ാമത്തെ വാക്യം വായിച്ചേ. പലപ്പോഴും, അതായത് മർക്കോസ് 5:4, പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി, ഈ ഈവിൾ സ്പിരിറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ ഹ്യൂമൻ സ്ട്രെങ്ത് പോരാ. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. അതായത് ദൈവരാജ്യത്തിൽ ബഹിഷ്കരണം നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഒരിക്കലും ഒരു ഹ്യൂമൻ സ്ട്രെങ്ത് കൊണ്ട്, മനുഷ്യശക്തി കൊണ്ട് പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവനെ ഒരു മനുഷ്യനെ ഒതുക്കി നിർത്താൻ പറ്റില്ല. ഈശോ പറഞ്ഞില്ലേ, 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ശക്തനായവൻ ആയുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം, അല്ലേ? ശക്തനായവൻ, ആ ശക്തനാണ് പിശാച്. ആ ശക്തനായവനെ ബന്ധിക്കണമെങ്കിൽ അവനേക്കാൾ ശക്തനായവൻ വരണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പൈശാചിക ശക്തിയെ മനുഷ്യശക്തി കൊണ്ട് നേരിടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങളെ പന്നിക്കൂട്ടത്തിൽ, നമുക്ക് വാക്യം 12 വായിക്കാം. ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങളവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടുംപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നു കൂടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി, ഈ വേണമെങ്കിൽ നമുക്ക് തോന്നാം, ഈ പാവപ്പെട്ട പന്നികൾ എന്നാ പഴിച്ചു, അതുങ്ങളെ എന്തിനാണ് കൊണ്ടുപോയി ഈ കടലിൽ മുങ്ങിത്താഴാൻ കർത്താവ് വിട്ടുകൊടുത്തെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒന്ന്, യഹൂദൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് അശുദ്ധമായ ജീവിയാണ്. പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് അശുദ്ധമായ ജീവിയാണ്. ദൈവം ഭക്ഷിക്കാൻ വിലക്കിയിരിക്കുന്ന ജീവിയാണ്. ഒന്ന്, തിന്മയുടെ പ്രതീകം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ്റെ, ഒരു മനുഷ്യാത്മാവിൻ്റെ വില കണക്ക് കൂട്ടുമ്പോൾ 50,000 പന്നികൾ അതിന് പ്രപ്പോർഷൻ അല്ല. അപ്പോൾ ഒരു മനുഷ്യാത്മാവിൻ്റെ വില എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് ഈ 2000 പന്നികൾ മുങ്ങിച്ചത്തതിനെ നിസാരമായിട്ട് ബൈബിൾ കാണുന്നത്. 2000 പന്നികൾക്ക് പന്നിക്ക് വിലയില്ലാത്തതുകൊണ്ടോ പന്നിയിറച്ചിക്ക് വിലയില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് ഈ പന്നികളെക്കാൾ വിലയുള്ളതാണ് മനുഷ്യൻ. ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഈ 2000 പന്നിയേക്കാളും വിലയുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് അത്. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കുറച്ചുകൂടെ അടുത്ത ഒരു സെഷനിൽ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന് കണ്ണുകളടച്ച്, കർത്താവേ, ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.
വചനത്തിലൂടെ അങ്ങ് സംസാരിച്ചതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.